പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരേ ഒരു വിഷയം ചൂട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇന്ത്യ ആകമാനം ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഇന്ന സ്ഥലമെന്നില്ല, എല്ലാ സ്റ്റേറ്റുകളും എല്ലാ ജില്ലകളും എല്ലാ സ്ഥലത്തും ഭയങ്കരമായ ചൂടാണ്. നമ്മൾ ഒരാളെ കണ്ട് സുഖവിവരം അന്വേഷിക്കുമ്പം ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ചൂടെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം എല്ലാവർക്കും പറയാനുള്ളത് സഹിക്കാൻ വയ്യ, അതാണ് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട്, ഈ പൂനെയിൽ താമസിക്കാൻ തുടങ്ങിയിട്ടൊരു 35 വർഷമായി ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ 35 വർഷവും ആദ്യം ഞങ്ങൾ വന്ന സമയത്തൊക്കെ വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് വയനാട്ടിലെ കാലാവസ്ഥയുമായിട്ട് യോജിക്കുന്ന കാലാവസ്ഥയായിരുന്നു പൂനെയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ സ്ഥലത്ത് വന്നുവെന്നോ കാലാവസ്ഥ പിടിക്കായികയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം വയനാട്ടിലെ തണുപ്പ് കാലാവസ്ഥ പോലെ തന്നെയായിരുന്നു ഈ പൂനെയും. പക്ഷേ കാലം മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ ഇതിന് വ്യത്യാസം വന്നു. പക്ഷേ എന്നിട്ടും നാട്ടിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും കോഴിക്കോട്, കണ്ണൂർ മുതലായ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ ബന്ധു വീടുകളിലൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ചൂടാണ് അവിടെ. ഞങ്ങൾ സ്കൂൾ കൂട്ടിയിട്ടാണ് അധികം പോവുക എന്ന് പറഞ്ഞാൽ, ആ സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളാണ്. ആ സമയത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും അവിടെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് പൂനെയിൽ പക്ഷേ വിയർപ്പ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, വിയർക്കുകയില്ല നമ്മൾ. ചൂട് ചിലപ്പം ചില സമയത്ത് കുറച്ചൊക്കെ ചൂടുണ്ടാവും, പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ വേർത്തൊഴുകുന്ന ഒരു അവസ്ഥ പൂനെയിലില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ചൂടിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നത്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ, കണ്ണൂരിലും കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് ബാത്റൂമിൽ നിന്ന് വരുമ്പം തന്നെ ഞങ്ങൾ ആകെ വേർത്ത് കുളിച്ച് നാശമായി. നമ്മളെ കാണുമ്പം തന്നെ, കാണുന്നവർക്ക് തന്നെ തോന്നും എന്താ ഇവരിങ്ങനെയെന്നുള്ളത്. പക്ഷെ അവിടെയുള്ള ആൾക്കാരൊക്കെ വേർത്തൊഴുകുന്നുണ്ടാവും, പക്ഷേ ഞങ്ങൾ എന്തോ ഭയങ്കരമായിട്ട് വേർത്തൊഴുകയായിരിക്കും. പിന്നെ അന്നൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പം ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ, ഇവിടെ ഉപയോഗിക്കുന്ന പോലത്തെ ചുരിദാറുകളോ അല്ലെങ്കിൽ കുർത്തിയോ അങ്ങനെ സാധനങ്ങളൊന്നും നമ്മൾ നാട്ടിൽ പോകുമ്പം യൂസ് ചെയ്യാറില്ല. കാരണം നാട്ടിൽ ചെല്ലുമ്പോൾ സാരി ഉടുക്കണം എന്നായിരുന്നു ഒരു ആചാരമുണ്ടായിരുന്നത്. ആരും പറഞ്ഞിട്ടല്ല, നമ്മൾ സ്വയം അങ്ങ് ചിന്തിച്ചത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് സാരി ഉടുത്തിട്ടാണല്ലോ വന്നിരുന്നത്. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴും സാരി ഉടുത്തിട്ട് തന്നെ വേണം പോകാൻ, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നായിരുന്നു അന്നത്തെ ചിന്താഗതി. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഓരോ വീടുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഈ സാരി തന്നെ എടുക്കും. അപ്പം ഈ ചൂടത്ത് ഈ സാരി ഉടുത്ത് നമുക്ക് എല്ലാ സ്ഥലത്തും പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒട്ടിപ്പിടിച്ച് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നൊരു ഇതാണ്. എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഈ വേഷമൊക്കെ ധരിക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ചിന്ത മാറ്റിയത്. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഈ വസ്ത്രം തന്നെ ധരിക്കുന്നത്, നമുക്ക് കംഫർട്ടബിളായ ഒരു വസ്ത്രം തന്നെ ധരിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരികയും, അതിനുശേഷം നമ്മൾ അല്ലെങ്കിലും പോകുന്ന സമയത്ത് ട്രെയിനിലൊക്കെ നമ്മൾ ചുരിദാർ ഇട്ടിട്ട് പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സാരി ഉടുക്കുന്നതായിരുന്നു. പിന്നീട് നമ്മൾ അത് മാറി, നമ്മൾ യാത്രയിലും അവിടെ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ നമ്മൾ ചുരിദാർ ഇടുന്നത് ഇതിലേക്ക് മാറി. ഇപ്പം അതിനനുസരിച്ച് ദുപ്പട്ടയൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുർത്തിയാണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിളായ ഡ്രസ്സാണ് ഇപ്പം നമ്മൾ ഇടുന്നത്. യാത്രയിൽ എങ്ങനെയാണ് കോട്ടൺ ഡ്രസ്സാണെങ്കിൽ അങ്ങനെ നമുക്ക് കംഫർട്ടബിളായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലെ ചൂട് കൊണ്ട് നമ്മൾ പറയും, ഓ എന്തൊരു ചൂട്, ആകെ വേർത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ഒട്ടിപ്പിടിച്ച് നമുക്ക് മുഖത്തൊക്കെ നമുക്ക് എന്തോ. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ പൂനെയിൽ നിന്ന് നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ ഭംഗിയൊന്നും നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളെ നോക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ, നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആകെ വേർത്ത് ഒരു എണ്ണമയമൊക്കെ മുഖത്തായിട്ട് നമ്മളെ കാണുമ്പോൾ ഒരു രസമില്ലല്ലോ, എന്തോ പോലെ ഉണ്ടല്ലോ എന്ന് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ തോന്നും. അങ്ങനെയുള്ള ഒരവസ്ഥയൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം, ഈ 2026 തുടങ്ങിയതിന് ശേഷം തന്നെ പറയാം, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പം പൂനെയിൽ. ഈ ഒരു മാസത്തോളമായിട്ട് തന്നെ പറയാം, 1 മാസം 1.5 മാസത്തോളമായിട്ട് ഇവിടെ 38 ഡിഗ്രി 39 ഡിഗ്രി, ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റോ 40 ഡിഗ്രി ചൂടായിരുന്നു പൂനെയിൽ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് പൂനെയിൽ ഇത്രയും ചൂടുള്ള ഒരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും എന്താ ഇതിങ്ങനെയെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ, ഫ്രണ്ട്സിനോടും ബന്ധുക്കളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പുകയുന്ന പോലെയാണ്, ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ, ഭയങ്കര ഉഷ്ണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. പക്ഷേ എല്ലാ സ്ഥലത്തും ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ചൂടിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. എന്താണ് കാലാവസ്ഥ ഇത്രയും വ്യത്യാസപ്പെട്ടു പോയതെന്ന് ചോദിച്ചാൽ, അത് നമ്മളുടെ കയ്യിലിരിപ്പ് തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ മരങ്ങളൊക്കെ മുറിച്ചുവെന്നും ബിൽഡിങ്ങുകൾ പണിതുവെന്നും നമ്മൾ പ്രകൃതിയോട് ചെയ്ത ദുഷ്ടതയുടെ ഫലമായിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നത്, മഴ പെയ്യാത്തതെന്നും ഇത്രയും ചൂടുകൾ നമ്മൾ അനുഭവിക്കുന്നതാണ് കാലാവസ്ഥൻ്റെ ആൾക്കാരും
എല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളുടെ ചൂട്. വേർത്തൊഴുകുകയാണ് ഇപ്പോൾ ഇവിടെ പൂനെയിലായിട്ടും. ഫാനൊക്കെ എല്ലാ റൂമിലും എല്ലാ ഫാനുകളും 5 സ്പീഡിൽ കറങ്ങിയിട്ടും നമ്മൾ അറിയുന്നത് തന്നെയില്ല ഇങ്ങനെയുള്ള ഫാൻ കറങ്ങുന്നുണ്ടെന്നുള്ളത്. പിന്നെ എ സി ഉണ്ട്, ബെഡ്റൂമുകളിലൊക്കെ എ സി ഉണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് എ സി അങ്ങനെ ഓൺ ചെയ്തിടാൻ പറ്റില്ലല്ലോ, കാരണം കറണ്ട് ബില്ലിനെയും പേടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് എ സി അങ്ങനെ ഓൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് ഓൺ ചെയ്യും. പിന്നെ രാത്രി സമയത്തൊക്കെ എ സി ഇടും. അങ്ങനെ കൂളർ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഏശുന്നില്ല എന്നുള്ളതാണ് ഇപ്പം. അതൊന്നും കൂടാതെ ഞങ്ങളുടെ വീട്ടിൽ ബബ്ലു എന്ന് പറഞ്ഞ ഒരു നായ്ക്കുട്ടിയും കൂടി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവൻ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവന് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റില്ല. അവരൊക്കെ ഫോറിൻ വംശജരാണ് പോലും. അപ്പോൾ അവർക്കൊക്കെ തണുപ്പ് രാജ്യത്ത് നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഇവർ ഭയങ്കരമായ ചൂട് ആയിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഉറങ്ങാൻ പറ്റാണ്ട് നോക്കുമ്പോൾ അവന് വേണ്ടി എപ്പോഴും നമ്മൾ എ സി ഇട്ട് കൊടുക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മേലൊക്കെ വെറുതെ തുണി മുക്കി നനച്ച് തുടച്ചു കൊടുക്കുക. പിന്നെ വല്ലാതെ സഹിക്കാൻ പറ്റാത്ത ഉഷ്ണമാകുന്ന സമയത്ത് മേലെ കൂടി 1-2 ബക്കറ്റ് വെള്ളം വെറുതെ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും സോപ്പിട്ട് ഒക്കെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ മേലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഒരുപാട് തോർത്തി ഉണക്കാതെ ഒരു പകുതി ഉണക്കത്തിൽ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറേ സമയത്തേക്ക് ആശ്വാസം കിട്ടും. എന്നിട്ട് ഫാനിൻ്റെ മുമ്പിലും പിന്നെ കൂളറിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് എ സി ഇടണമെന്ന് ഇപ്പോൾ അവർ തന്നെ വന്ന് നമ്മളോട് പറയും, കാണിച്ചു തരും റൂമിൽ വന്നിട്ട് എ സി ഇടാൻ വേണ്ടി. അങ്ങനെ എ സി ഇട്ട് കിടക്കുമ്പോൾ കുറച്ച് സമാധാനമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞിപ്പം ഇപ്പോൾ രാത്രി സമയമാണ്. അപ്പോൾ ഞാനും മോളൊക്കെ സന്ധ്യ കഴിഞ്ഞ് വെച്ചാൽ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 വീലറിലൊക്കെ കയറി ഒരു റൗണ്ടൊക്കെ അടിച്ച് വരുമ്പോൾ കുറച്ച് ആശ്വാസമാണ്. പണ്ടൊക്കെ ആ സമയത്തൊക്കെ പോകുമ്പോൾ നല്ല കാറ്റായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് പുറത്തിറങ്ങുമ്പോൾ. പക്ഷേ ഇപ്പം അപ്പോഴും ഒരുപാട് കാറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊരു കുഴപ്പമില്ല, ഉള്ളിലുള്ളതിനേക്കാളും കുറച്ചും കൂടി ഭേദമാണെന്നല്ലാതെ നമുക്ക് പുറത്തിറങ്ങിയതുകൊണ്ട് വല്ലാത്ത ഒരു സുഖമോ ഒരു കാറ്റോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഈ കാലാവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെയൊക്കെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ന്യൂസിലൊക്കെ കണ്ടു, കേരളത്തിലൊക്കെ ചുട്ടുപൊള്ളുകയാണ്. പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ, തൃശ്ശൂർ, പാലക്കാട് എന്നീ സ്ഥലങ്ങളിലാണ് അതികഠിനമായ ഉഷ്ണമുള്ളതെന്നും. പിന്നെ ഒരു സ്ഥലത്ത് പശു ചൂട് മൂലം മരിച്ചു എന്ന് കേട്ടു. അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. കാരണം മിണ്ടാപ്രാണിയാണ്, പറയാനറിയില്ല എന്താണ് അതിന് അനുഭവിക്കുന്ന വിഷമം എന്നുള്ളത്. കെട്ടിയിടുന്ന ജീവിയാണ്. അപ്പം അത് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതും. പിന്നെ കുട്ടികൾക്കൊക്കെ പൊള്ളലേറ്റു എന്ന് കേട്ടു. സൂര്യാതപം എന്നാണ് ആ വാക്ക്. ഞങ്ങൾ വാർത്തയിൽ കണ്ടപ്പം സൂര്യാതപം എന്ന വാക്ക് കണ്ടപ്പോൾ ഞാനും ഭർത്താവും രണ്ടുപേരും പറഞ്ഞു മിസ്റ്റേക്ക് പറ്റിയതാണ്, അവർക്ക് വാർത്ത എഴുതിയ ആളുകൾക്ക് സൂര്യതാപം എന്നാണല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സൂര്യാതപം എന്ന വാക്കുണ്ടെന്നുള്ളത്. സൂര്യാതപം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ഈ ചൂട് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് സൂര്യാതപം ഏൽക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പൊള്ളലേൽക്കുന്നതിനൊക്കെയാണ് സൂര്യാതപം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാട്ടിലൊക്കെ ആളുകൾക്ക് പൊള്ളലേൽക്കുന്നു. പിന്നെ വെറും ചൂട് മാത്രമല്ല, ഇപ്പോൾ എന്തൊക്കെയോ നമ്മളുടെ അന്തരീക്ഷത്തിൽ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതിൻ്റെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് പറഞ്ഞു. നമുക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. എന്തായാലും സാധാരണയുള്ള കാലാവസ്ഥയല്ല ഇപ്പം. ഈ വർഷം എന്തോ പ്രകൃതി തന്നെ നമ്മളോട് ഒരു തിരിച്ചടി ചെയ്യുന്നത് പോലെ. എന്നോട് നിങ്ങൾ ഒരുപാട് ക്രൂരത ചെയ്തപ്പം ഞാൻ അതിനോട് തിരിച്ചടി നിങ്ങൾക്ക് തരിക എന്നുള്ള പോലെയാണ് ഇപ്പം പ്രകൃതി നമ്മളോട് പെരുമാറുന്നത്. ചൂടാകുമ്പം സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ട്, മഴയാണെങ്കിൽ പിന്നെ മഴ പെയ്തിട്ട് നമ്മൾ ആകെ വെള്ളപ്പൊക്കവും മരണവും മലയിടിച്ചിലും അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട്, തണുപ്പാണെങ്കിൽ പിന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഓരോ കാലാവസ്ഥകളും അതിൻ്റെ എക്സ്ട്രീംസിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂമി ഇങ്ങനെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. ഈ എ സിയും കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും നാടോടുമ്പോൾ നടുവേ എന്ന് പറഞ്ഞ പോലെ എല്ലാ മനുഷ്യന്മാരും ഇത് അനുഭവിക്കുന്നു. നമ്മളും ആ കൂട്ടത്തിൽ അത് അനുഭവിച്ചുകൊണ്ട് പോവുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. എന്തായാലും വേഗം ഒരു മഴ പെയ്താൽ മതിയായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു കാറ്റും ഒരു ഇടിയൊക്കെ വരുന്നപ്പം മഴ പെയ്യായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വലിയ പ്രതീക്ഷയോടെ കാത്തു നിന്നു. 2 ദിവസം മുമ്പ് ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ട് അങ്ങ് പോയി. അപ്പം ഉള്ളതിനേക്കാൾ കൂടുതൽ ചൂട് കൂടുകയും ഭയങ്കര എരിപൊരി സഞ്ചാരമാവുകയും ചെയ്തു. അപ്പം നല്ലൊരു മഴ വയനാട്ടിലൊക്കെ 1-2 സ്ഥലത്തൊക്കെ മഴ പെയ്തു എന്നാണ് പറയുന്നത്. പൂനെയിലും ഏതൊക്കെയോ സ്ഥലങ്ങളിൽ, പൂനെയുടെ ഏതൊക്കെയോ സൈഡുകളിൽ നല്ല മഴ, വലിയ മഴ ആലിപ്പഴത്തോടു കൂടി വീണു എന്ന് കുറച്ച് നമ്മളുടെ പരിചയക്കാരൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ സൈഡിലേക്കൊന്നും മഴ പെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മഴ പെയ്യാൻ വേണ്ടി ഇപ്പം വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയും
ഭയങ്കരമായിട്ട് ആശിക്കുകയും ചെയ്യും. എങ്ങനെയെങ്കിലും മഴയൊന്ന് പെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ വാശിക്കും. പക്ഷേ ഈ ഒരു മഴ ഒരു 4-5 പ്രാവശ്യം അടുപ്പിച്ച് പെയ്യുമ്പോൾ നമ്മളെന്ത് പറയും? ഓ ശല്യം, ഈ മഴയൊന്ന് പോയാൽ മതിയായിരുന്നു, എപ്പോൾ നോക്കുമ്പോഴും മഴ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ തന്നെ പറയും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മഴ കിട്ടിയേ പറ്റുള്ളൂ. കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ. നമുക്കെല്ലാവർക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ചൂടൊന്ന് വേഗം മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇന്ന് ചൂടിനെക്കുറിച്ച് വെറുതെ സംസാരിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഏറ്റവും എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ചൂട്. നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടിലും ചൂട് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വേഗം ചൂട് മാറി നമുക്ക് നല്ല മഴയൊക്കെ കിട്ടട്ടെ അല്ലേ? ഓക്കെ.